ഹായ് സ്റ്റുഡൻസ്, ഇന്ന് വീഡിയോയിലൂടെ SSLC മോഡൽ എക്സാമിന് വന്ന വെബ് പേജ് പാഠഭാഗത്ത് നിന്നുള്ള 2 ചോദ്യങ്ങൾ പരിചയപ്പെടാം. ചോദ്യം നോക്കാം. പ്രിപ്പയർ എ വെബ് പേജ് ഓൺ ശ്രീ APJ അബ്ദുൽ കലാം ആസ് ഇൻ ദ മോഡൽ. ഈ മോഡലിൽ തന്നിരിക്കുന്ന രീതിയിൽ നമ്മളൊരു വെബ് പേജാണ് തയ്യാറാക്കേണ്ടത്. അത് തയ്യാറാക്കാൻ വേണ്ടിയുള്ള ഫയൽ എക്സാം ഡോക്യുമെൻറ്റ്സിൽ നൽകിയിട്ടുണ്ട്. അതിൽ എഡിറ്റിംഗ് വരുത്താൻ നമ്മൾ kalam.html എന്ന നമുക്ക് നൽകിയ ഫയൽ ടെക്സ്റ്റ് എഡിറ്ററിലാണ് തുറക്കേണ്ടത്. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് APJ അബ്ദുൽ കലാം എന്ന പേര് ഈ ഒരു പിക്ചറിൽ കാണുന്നത് പോലെ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റണം. അതോടൊപ്പം തന്നെ സബ് ടൈറ്റിലിന് വൈറ്റ് കളറാണ് നൽകേണ്ടത്. പിന്നെ ഇതിൻ്റെ പാരഗ്രാഫിൻ്റെ ഫോണ്ട് സൈസ് 20 പിക്സൽ ആക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് നൽകിയ ഫയൽ ഒന്ന് പരിശോധിക്കാം. ഹോമിലെ എക്സാം 10 ഡോക്യുമെൻറ്റ്സിൽ kalam.html എന്ന ഒരു ഫയൽ നൽകിയിട്ടുണ്ട്. നമുക്കതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ബ്രൗസറിൽ തുറന്നു നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാകും എന്ത് മാറ്റമാണ് നമ്മൾ നൽകേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന ഫയൽ എങ്ങനെയാണെന്നും ഇപ്പോൾ ക്വസ്റ്റ്യനിൽ കാണിച്ചിരിക്കുന്ന ഫയലിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്നും നമുക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ എക്സാമിന് ഇത്തരം HTML ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന ഫയലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ആദ്യം ഓപ്പൺ ചെയ്ത് നോക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടൊന്ന് വിലയിരുത്തുക. ഓക്കെ, നോക്കൂ, നമ്മൾ തുറന്ന ഫയലിൽ APJ അബ്ദുൽ കലാം ബ്ലൂ ഷെയ്ഡിലാണ്, പക്ഷേ അത് സെൻറ്ററിലാണുള്ളത്. നമ്മളോട് ആവശ്യപ്പെട്ടത് ലെഫ്റ്റ് സൈഡിലോട്ട് മാറ്റാനാണ്. അതോടൊപ്പം തന്നെ നമുക്ക് തന്നിരിക്കുന്ന സബ് ടൈറ്റിൽ യെല്ലോ ഷെയ്ഡാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഇമേജിൽ വൈറ്റ് ഷെയ്ഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം പാരഗ്രാഫും 10 പിക്സലൊക്കെ ആയിരിക്കണം നൽകിയിരിക്കുന്നത്. ഫോണ്ട് സൈസ് കുറവാണ്, നമ്മളോടത് 20 പിക്സൽ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അതിൽ മാറ്റങ്ങൾ വരുത്താൻ നമ്മൾ ചെയ്യേണ്ടത് ആ ഫയൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ വിത്ത് ടെക്സ്റ്റ് എഡിറ്റർ എന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് തന്നിരിക്കുന്ന HTML ഫയലിൽ മാറ്റം വരുത്തണമെങ്കിൽ അത് ടെക്സ്റ്റ് എഡിറ്ററിലാണ് തുറക്കേണ്ടത്. നോക്കൂ, ഈ വെബ് പേജ് നിർമ്മിക്കാൻ ഉപയോഗിച്ച കോഡുകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് സ്റ്റൈൽ ടാഗുകളെന്ന് സൂക്ഷ്മമായി നോക്കുക. ഇതിൽ ഇൻറ്റേർണൽ CSS സ്റ്റൈൽ ടാഗുകളാണ് നൽകിയിരുന്നത്. ബ്രേസസിനുള്ളിലായിട്ടാണ് സ്റ്റൈലുകൾ കൊടുത്തിരിക്കുന്നത്. H1 എന്ന് സൂചിപ്പിക്കുന്നത് ഹെഡിങ് 1നെയാണ്, H2 എന്നാൽ സബ് ടൈറ്റിൽ ഓർ ഹെഡിങ് 2നെയാണ്, P എന്നത് പാരഗ്രാഫിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഹെഡിങ് 1 മാറ്റുക എന്നുള്ളതാണ്. APJ അബ്ദുൽ കലാം എന്ന മെയിൻ ഹെഡിങ് 1 എന്നിവിടെ സൂചിപ്പിച്ച ആ മെയിൻ ഹെഡിങ് അറേഞ്ച് ചെയ്യാനാണ് ലെഫ്റ്റ് സൈഡിലേക്ക്. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നത് നോക്കൂ, ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ എന്നാണ്. അത് നമ്മൾ മാറ്റുക. ടെക്സ്റ്റ് അലൈൻ എന്നുള്ളത് ലെഫ്റ്റ് എന്ന് കൊടുത്തിരിക്കുന്നു. രണ്ടാമതായിട്ട് ഹെഡിങ് 2 എന്നിവിടെ സൂചിപ്പിക്കുന്നത് സബ് ടൈറ്റിൽ, അതാണ് ഹെഡിങ് 2 എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ഹെഡിങ് 2ൽ കളർ എന്നുള്ള ആ ഒരു കോഡ് നമ്മൾ കേഴ്സർ വെച്ച് ഇറേസ് ചെയ്തുകൊണ്ട് അവിടെ വൈറ്റ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. #ന് ശേഷം വൈറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ കോളനും സെമി കോളനൊന്നും നമ്മൾ കേഴ്സർ വെക്കുന്ന സമയത്ത് അത് നമ്മളോട് ഇറേസായി പോകരുത്. ആ കാര്യം ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത് പാരഗ്രാഫിനാണ്. ഇവിടെ തന്നിരിക്കുന്നത് പാരഗ്രാഫ് 10 ആണ് ഫോണ്ട് സൈസ്. അത് നമ്മൾ മാറ്റി 20 എന്ന് മാറ്റുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, ഈ 3 കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ വർക്ക് പൂർത്തിയായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് മുകളിൽ സേവ് ബട്ടൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു 3 ലൈൻസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ സേവ് ആസ് കൊടുക്കുക എന്നുള്ളത്, അതായത് നമ്മുടെ രജിസ്റ്റർ നമ്പറിലോട്ട് അത് സേവ് ചെയ്യുക. സോ സേവ് ആസിൽ ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിൽ നമ്മുടെ രജിസ്റ്റർ നമ്പർ _APJ.html എന്ന പേരിൽ സേവ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു HTML വർക്ക് പൂർത്തിയായി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയാണ്. ഇത് ഓപ്പൺ ചെയ്യേണ്ടത് ടെക്സ്റ്റ് എഡിറ്ററിലാണ്. അത് ടെക്സ്റ്റ് എഡിറ്ററിൽ ഓപ്പൺ ചെയ്യുക. എന്തൊക്കെയാണ് H1 എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആ സ്റ്റൈൽ ടാഗുകൾ ഏതാ, ഇൻലൈൻ സ്റ്റൈലാണോ, ഇൻറ്റേർണൽ, ഇപ്പോൾ ഇതിൽ തന്നിരിക്കുന്നത് ഇൻറ്റേർണൽ CSS ആണ്. ഓക്കെ, അത് വേറെ തന്നെ ഒരു 2 സ്റ്റൈൽ ടാഗിനുള്ളിലായിട്ടാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ആ കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. മാറ്റങ്ങൾ എവിടെയാണ് വരുത്തേണ്ടത് മനസ്സിലാക്കിയാൽ എളുപ്പത്തിൽ തന്നെ ഇത് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ തയ്യാറാക്കിയ HTML ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്ത് നോക്കൂ. ക്വസ്റ്റ്യനിൽ കാണിച്ച അതേ രീതിയിലേക്ക് മാറിയതായിട്ട് കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വർക്ക് ഇവിടെ അവസാനിക്കുകയാണ്. മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു. അടുത്തതായി വെബ് പേജിൽ തന്നെ മറ്റൊരു ചോദ്യം പരിചയപ്പെടാം. ചോദ്യം നോക്കിയാലോ. പ്രിപ്പയർ എ വെബ് പേജ് ഓൺ ആറന്മുള കണ്ണാടി ആസ് ഇൻ ദ മോഡൽ.
ഈ മോഡലിൽ കാണുന്ന രീതിയിൽ ആറന്മുള കണ്ണാടിയുടെ വെബ് പേജിന് നമ്മൾ ചില മാറ്റങ്ങളൊക്കെ വരുത്തണം. ഈ ഒരു ഫയല് എക്സാം 10 ഡോക്യുമെൻറ്റ്സിൽ ആറന്മുള കണ്ണാടി .html എന്ന രീതിയിൽ നൽകിയിട്ടുണ്ട്. ഈ ഫയൽ തുറന്ന് നമ്മൾ ഇതിൻ്റെ കോഡിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. മാറ്റങ്ങൾ വരുത്തേണ്ടത് ഒന്ന്, അപ്ലൈ 803300 ഒരു കളർ കോഡ് നൽകിയിട്ടുണ്ട്. ആറന്മുള കണ്ണാടി എന്ന ഫോണ്ടിന് ആ കളർ കൊടുക്കണം. അടുത്തതായി FFDD55 എന്ന ഈ ഒരു കോഡ് പാരഗ്രാഫിന് നൽകാനാണ്. പാരഗ്രാഫിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ടെക്സ്റ്റിനല്ല ബാക്ക്ഗ്രൗണ്ടായിട്ട് നൽകാനാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളെ ഇതിൽ പറയുന്നുള്ളൂ. ഇനി നമുക്ക് ഫയലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നേരത്തെ പറഞ്ഞു ഈ ഫയൽ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് ആദ്യം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഇത് ബ്രൗസറിൽ തുറന്നാൽ നോക്കാം. എന്നിട്ട് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമുക്ക് വരുത്താലോ. ഓക്കെ, അപ്പോൾ ഈ ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. നോക്കൂ, ഈ ഫയലിൽ ആറന്മുള കണ്ണാടി എന്നത് ലെഫ്റ്റ് സൈഡിലാണുള്ളത്. അതോടൊപ്പം പാരഗ്രാഫിന് ബാക്ക്ഗ്രൗണ്ട് ഒരു പർപ്പിൾ ഷെയ്ഡിലാണുള്ളത്. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ നൽകിയതുപോലെ ആറന്മുള കണ്ണാടിയുടെ കളറ് മാറ്റണം. അതോടൊപ്പം അതിനെ സെൻറ്ററിലേക്ക് വരുത്തണം. പിന്നെ പാരഗ്രാഫിന് യെല്ലോ ഷെയ്ഡും നൽകണം. ഓക്കെ, ഇനി നമുക്കത് നൽകാം. അതിന് ഈ വിൻഡോ ഞാൻ ക്ലോസ് ചെയ്യുന്നു. ശേഷം ആ ഫയൽ നമ്മൾ ഇപ്പോൾ തുറന്ന ഈ ഒരു ഫയൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ എന്നുള്ളതിൽ ടെക്സ്റ്റ് എഡിറ്റർ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. നോക്കൂ, ഇപ്പോൾ അതിൻ്റെ കോഡുകളാണ് നമ്മൾ ചുവടെ കാണുന്നത്. നേരത്തെ നമ്മൾ പരിചയപ്പെട്ടത് ഒരു ഇൻറ്റേർണൽ CSS സ്റ്റൈൽ ടാഗുകളായിരുന്നു. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് ഇൻലൈൻ സ്റ്റൈലുകളാണ്. ഇവിടെ നോക്കൂ, ഓരോ ലൈനിനുള്ളിലായിട്ട് തന്നെ അതിൻ്റെ ടെക്സ്റ്റുകളും അതോടൊപ്പം സ്റ്റൈലുകളൊക്കെ നൽകിയിട്ടുണ്ട്. ഇത്തരം സ്റ്റൈലിനെയാണ് നമ്മൾ ഇൻലൈൻ സ്റ്റൈൽസ് എന്ന് വിളിക്കുന്നത്. ഒന്നാമതായി നമുക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടത് ഇതിലെ ആറന്മുള കണ്ണാടി എന്ന മെയിൻ ഹെഡിങ്ങിനാണ്. നിങ്ങൾ ഈ കോഡിൽ നോക്കിയാൽ H1 എന്നതിന് നേരെയാണ് ആറന്മുള കണ്ണാടി എന്ന് കാണുന്നത്. സോ ആറന്മുള കണ്ണാടിയുടെ സ്റ്റൈലുകൾ H1 സ്റ്റൈൽസ് എന്നതിന് ശേഷം നൽകിയതാണ്. ഓക്കെ, ആ ലൈനിൽ നൽകിയതാണ് അതിൻ്റെ സ്റ്റൈലുകൾ. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്റർ എന്നത് നമ്മൾ കഴ്സർ അവിടെ വെച്ച് ബാക്ക് സ്പേസ് അടിച്ച് അത് ഡിലീറ്റ് ചെയ്യുക. ശേഷം സെൻറ്ററിന് പകരം അവിടെ ലെഫ്റ്റ് എന്ന് കൊടുക്കുക. നമുക്ക് വേണ്ടത് ലെഫ്റ്റിലേക്കായിട്ടാണ് മാറ്റേണ്ടത്. സോ അവിടെ ലെഫ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. അടുത്തതായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ കളറ് കോഡ് മാറ്റാനും പറഞ്ഞിട്ടുണ്ട്. സോ അതിന് തന്നിരിക്കുന്ന കളർ കോഡ് കൊടുക്കുക. ഇവിടെ നൽകിയിരിക്കുന്ന കോഡ് 00 തുടങ്ങുന്ന കോഡാണ്. അത് മാറ്റിയിട്ട് നമ്മൾ ക്വസ്റ്റ്യനിൽ നൽകിയ കളർ കൊടുക്കുക. അതോടൊപ്പം തന്നെ പാരഗ്രാഫിന് ടെക്സ്റ്റിനല്ല കളർ മാറ്റേണ്ടത്, മാറിപ്പോകരുത്. പാരഗ്രാഫിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനാണ് കളർ മാറ്റേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിച്ച് ആ കളറും മാറ്റം വരുത്തുക. ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ആ ഒരു 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക, സേവ് ആസ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ ഹോമിലെ എക്സാം പ്രോഡക്ട്സ് സെലക്ട് ചെയ്യുക. അവിടെ ഫയൽ നെയിമിൽ നമുക്ക് നമ്മുടെ രജിസ്റ്റർ നമ്പർ _mirror.html എന്ന പേരാണ് ക്വസ്റ്റ്യനിൽ നൽകിയിരിക്കുന്നത്. അതേ രീതിയിൽ പേര് നൽകിക്കൊണ്ട് സേവ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മുടെ ഫയൽ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എക്സാം പ്രോഡക്ട്സിൽ ചെന്ന് ആ ഫയൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കാം. മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതോടൊപ്പം തന്നെ നമ്മൾ എഡിറ്റ് ചെയ്ത വെബ് പേജ് ഫയലും തുറന്നിട്ട് നമുക്കൊന്ന് താരതമ്യം ചെയ്യാം. ക്വസ്റ്റ്യനിൽ തന്ന പോലുള്ള ഫയൽ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ സിമ്പിൾ അല്ലേ? ചെയ്തു നോക്കുക. താങ്ക്